സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു. ആജുവിന്റെ തലമുടിയിൽ നിന്നും നന്ദുവിന്റെ കൈ അഴഞ്ഞതും ആജു അവളിൽ നിന്നും മടന്നു മാറി പതിയെ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവനെ നോട്ടം കണ്ടതും നന്ദു ഒന്ന് ചിരിച്ചു. ആജു അവളുടെ ചിരിയിലേക്ക് പോയി പതി അവളുടെ നെറ്റിയിൽ നീട്ടി വരച്ചിരിക്കുന്ന സിന്ദൂരത്തിലേക്കും. അതിങ്ങനെ അവളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളെ കാണാൻ ഒന്നുകൂടെ ഭംഗി, വല്ലാത്ത ഭംഗി. കുളിച്ച് ഫ്രഷായി വലുത് കഴിക്കേണ്ടേ, അതോ ഇങ്ങനെ ഇരുന്നാ മതിയോ? അവന്റെ കവളിൽ കൈവച്ചുകൊണ്ട് നന്ദു ആർദ്രമായി ചോദിച്ചു. മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ട് അവന്റെ ഇരുത്തവും നോട്ടമൊക്കെ കാണുമ്പോൾ. അത്രയും ക്യൂട്ടാണ് ചെക്കൻ, വല്ലാതെ ചേലുള്ള ചെക്കൻ. നന്ദവളുടെ കൈ കൊണ്ട് അവന്റെ കവളിൽ തലോടി. ഒരു കുഞ്ഞിക്കവൾ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ അവന്റെ താടിയാണ്. അവൾ അതിലൂടെ കൈ തഴുകിക്കൊണ്ടിരുന്നു. അവൾ ചോദിച്ചൊന്നും അജയ് ഒന്നും മറുപടി പറഞ്ഞില്ല. പറ, ഫ്രഷ് ആവേണ്ടേ? കാറ്റ് പോലെയുള്ള അവളുടെ ശബ്ദത്തിൽ അജു തലകുലുക്കി. നന്ദു എഴുന്നേറ്റതും അജുവും എഴുന്നേറ്റു. അവൾ തന്നെയാണ് ഷെൽഫ് തുറന്ന് അവൻക്കുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്തത്. മുണ്ട് ശരിക്കൊടുത്ത് നടക്കാൻ അവൻക്ക് അറിയാത്തത് കൊണ്ട് ഒരു 3/4 ടീഷർട്ടുമാണ് അവൾ എടുത്തത്. ഒരു ടവലും എല്ലാം കയ്യിൽ പിടിച്ച് ബാത്റൂമിൽ കയറി അതെല്ലാം അവിടെ വെച്ച് കൊടുത്തു. അവൻ്റെ ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു. ആ നേരമൊക്കെയും അജു അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൻക്കിതെല്ലാം പുതുമയുള്ള കാര്യമാണല്ലോ. പല്ലൊക്കെ തേച്ചു. അവനെ സംബന്ധിച്ച് ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു. ചെല്ല്, പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സ് മാറി വാ, ഞാനിവിടെ കാത്തിരിക്കാട്ടോ. നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ ആജു ആ ചുണ്ടിലേക്ക് നോക്കി തലയാട്ടി. ശേഷം പതിയെ അവളിൽ നിന്ന് തിരിഞ്ഞ് ബാത്റൂമിൽ കയറി ഡോറടച്ചു. ആ നോട്ട അത്ര ശരിയല്ലല്ലോ, ഇതിന് മാത്രം എൻ്റെ ചുണ്ടിൽ എന്താണാവോ ദൈവമേ? അതും പറഞ്ഞുകൊണ്ട് മിററിൽ നോക്കി അവളൊന്ന് ചിരിച്ചു. ആ, കാണാനൊക്കെ ചേലുണ്ട്, എന്നാൽ അങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? കീഴ്ച്ചുണ്ട് അവളൊന്ന് വലിച്ചു പിടിച്ചു. അപ്പോഴാണ് വീണ്ടും വാതിൽക്കൽ ശബ്ദം കേട്ടത്. ഈശ്വര, ഈ തള്ള പോയില്ലേ? ഇതിവിടെ അവസാനത്തെ മുട്ടല കൊണ്ടാരം. അതും പറഞ്ഞുകൊണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് പാഞ്ഞു ചെന്ന് ലോക്ക് തുറന്നതും പത്മാവതി അകത്തേക്ക് കയറി. ആ പ്രവൃത്തി നന്ദുവിന് പറ്റിയില്ല. അവൾ അവരുടെ കയ്യിൽ പിടിച്ച് നേരെ തിരിച്ച് ശേഷം കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലിന്റെ പുറത്തേക്ക് തള്ളി. അതെ, മിണ്ടാതെ പറയാൻ നീ തള്ളിക്കയറി വരാൻ. ഇവിടെ നിങ്ങളുടെ മകൾ പ്രസവിച്ച് കിടക്കുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാര്യം അന്വേഷിക്കുക പിശാശി. അവസാന വാക്ക് അവൾ അവളുടെ ചുണ്ടുകൾക്കിടയിൽ വെച്ച് പെറുപിറുത്തു. ഡി വല്ലാതെ നെകളിക്കല്ലേ, അമ്മ പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അവനെന്തിനാ രാവിലെ തന്നെ നിന്നെങ്ങനെ കാറി വിളിക്കുന്നത്? അകത്തേക്ക് നോക്കി അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പത്മാവതി പറയുമ്പോൾ അവളൊന്ന് ചെറിയ കൂട്ടി. പാവം, എന്തൊരു സുഷ്കാന്തി. അതെ, എന്റെ ഭർത്താവ് എന്നെ പല കാര്യങ്ങൾക്ക് വിളിച്ചെന്ന് വരും. അതൊന്നും എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കി തള്ളേ. ഡീ തള്ളേ തന്നേന്നൊക്കെ നിന്നെ ഉണ്ടാക്കിയാൽ പോയി വിളിക്കടി. എന്നാ ഡീന്ന് നിങ്ങൾ ഉണ്ടാക്കിയാലും പോയി വിളിക്ക് തള്ളേ. പറച്ചിലും അവിടെ ഷോൾഡറിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളലും കഴിഞ്ഞിരുന്നു. വാതിൽ ശക്തിയിൽ അടച്ച് ലോക്കാക്കിയവൾ. അല്ല പിന്നെ വേണ്ട എന്ന് കരുതുമ്പോൾ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുക പിശാശി. ഇവരെങ്ങ് കൊന്ന് കടന്നു കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തായാലും എൻ്റെ കൈകൊണ്ട് തീരുന്ന ലക്ഷണം കാണാനുണ്ട്. പറഞ്ഞുകൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ടും ചെയ്തിട്ടും അവൾക്ക് കലിപ്പ് തീരണില്ല. ഒരു നാണമില്ലാത്ത സ്ത്രീ, ഇങ്ങനെയുണ്ടോ തള്ളാരി? അമ്മ പറഞ്ഞയച്ചു പോലും നാണമില്ലാത്തൊരു അമ്മയും. ഇവറ്റകൾക്കൊന്നും ബുദ്ധിയില്ലാമോ? പൊട്ടത്തികള്. വാതിൽ തുറക്കില്ലെന്ന് കണ്ടെങ്കിൽ പൊക്കൂടെ? പിന്നെയും തട്ടിക്കൊണ്ടിരിക്കുക. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു. ആ സമയം തന്നെയാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അജു ഇറങ്ങി വന്നത്. നന്ദു പെറുപിറുകൽ നിർത്തി അജുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അങ്ങനെ ഇറങ്ങി വന്ന് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുവെട്ടാതെ. 3/4 മാത്രമാണ് വേഷം. ടീഷർട്ട് ഇട്ടിട്ടില്ല, മുടി തീർത്തിട്ടില്ല, ഒന്ന് കുടഞ്ഞിട്ടേ ഉള്ളൂ. ടവല് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുവാണ്. മുടിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവന്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അവന്റെ നെഞ്ചിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രോമത്തിലൂടെ അവ ദിശയറിയാതെ ഒഴുകിയിറങ്ങുവാണ്. ചുണ്ടത്തും മൂക്കത്തൊക്കെ വെള്ളമുണ്ട്. എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ, എനിക്ക് കൺട്രോൾ തരൂ. അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകൾ മുറിഞ്ഞത് അതാണ്. അജു ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കും, പിന്നെ താനെ തുറക്കും, പിന്നെയും അവളെ നോക്കും. പക്ഷെ മുന്നിലിരിക്കുന്ന ആസ്ഥാന കോഴി അതൊന്നും അറിയുന്നില്ല. ഭർത്താവിന്റെ ബോഡി നോക്കി വെള്ളം ഇറക്കി ഇരിക്കുവാണ് കുരുട്ട്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, വെറുതെ പോയി തൊട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, നോക്കിയിരിക്കാം, അതേ നടക്കുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് കന്യകായി ജീവിക്കേണ്ടി വരുമോ? എൻ്റെ പൊന്നു കുഞ്ഞ്, വേഗം അസുഖമൊന്നും മാറ്റണടാ, നമുക്ക് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ചുണ്ടിലേക്കെങ്കിലും നോക്കുന്നുണ്ട്, അസുഖമൊക്കെ മാറിയാ അതും ഉണ്ടാവില്ല. അയ്യോ, നീ എന്തൊക്കെയാ നന്ദി പറയണത്? ഇതിലൊന്നും നീ വീഴരുത്, അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിക്കരുത്. ഇങ്ങനെ ജീവിതം ആഗ്രഹിച്ചുകൊണ്ടല്ലോ നീ ഈ താലിക്ക് കഴുത്ത് കുനിച്ച് കൊടുത്തത്, ആണോ?
അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അജുവിന്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു. അവളെ തന്നെ നോക്കി കിളി പോയ പോലെ നിൽക്കുന്നവൻ. അവന്റെ നൃത്തം കണ്ടതും നന്ദു ചിരിച്ചു. അവളുടെ വിടർന്ന ചുണ്ടിലേക്ക് നോക്കി അവനും ചിരിച്ചു. നന്ദു ഒരു ചിരിയോട് അവൻ അടുത്തേക്ക് വിളിച്ചു. അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിലുള്ള ടവൽ വാങ്ങി. അതെന്തിനാന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ തല അവൾക്ക് നേരെ താഴ്ത്തി കൊടുത്തു. നന്ദു ഒരു ചിരിയോടെ അവന്റെ തലമുടി തൂർത്തി കൊടുത്തു. അതൊരു ചിരിയോടെ അത് ആസ്വദിച്ചുകൊണ്ട് നിന്നു, ഒത്തിരി ഇഷ്ടത്തോടെ. തലയൊക്കെ നല്ല രീതിയിൽ തോർത്തി കൊടുത്ത ശേഷം അവൾ അവന്റെ മുടിയിൽ നിന്നും കൈയെടുത്തു. അജി നന്ദുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. നന്ദു ബെഡിലിരിക്കുവാണ്, അവൻ നിൽക്കുവാണ്. ഇനിയും പോകാതെ അവന്റെ മുന്നിൽ നിൽക്കുന്ന അവന്റെ ദൃഢമായ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. കാര്യം മനസ്സിലായ നന്ദു ടവൽ കൊണ്ട് അവന്റെ നെഞ്ചിന്റെ ഉള്ള നോക്കി. കുളി കഴിഞ്ഞ് തോർത്തിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊരു ചിരിയോടെ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും വെള്ളം തുടക്കുന്നത് പോലെ കയ്യിലുള്ള ടവൽ കൊണ്ട് അവന്റെ ശരീരം ഒപ്പി വെള്ളം മുഴുവൻ കളഞ്ഞു. ടീഷർട്ട് ഇടണ്ടേ? അത് വേണ്ട, വേറെ മതി. നേരത്തെ അവൾ ബാത്റൂമിൽ കൊണ്ടുവച്ചത് വേണ്ടെന്നാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ ഷെൽഫ് തുറന്ന് വേറൊരു ടീഷർട്ട് അവന്റെ കയ്യിൽ കൊടുത്തു. ഒരു വെള്ള ടീഷർട്ട്. അജു അതിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നന്ദൊന്ന് ചിരിച്ചു. അജുവും അവൾ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ തലമുടിയൊക്കെ ശരിയാക്കി കൊടുത്തു. എന്റെ അജു സുന്ദരനായിട്ടോ. നന്ദേ സുന്ദരിയാ. ഓ, സമ്മതിച്ചു. നന്ദൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. താഴേക്ക് പോയാലോ? ചായ കുടിക്കണ്ടേ? അജു തലയാട്ടി. ശേഷം പതിയെ നന്ദുവിൻ്റെ ഒപ്പം നടന്നു. നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി പതിയെ അവനോട് ചേർന്ന് നടന്നു. അജു അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ടത് നന്ദു വിളിച്ചു. അജു ഒരു ചിരിയോടെ അവളുടെ തോളിൽ കൈയിട്ടു. നന്ദുവിന്റെ കണ്ണ് വിടർന്നു. അജുവിന്റെ ഇടുപ്പിൽ കൈയിട്ടുകൊണ്ട് അവനോട് ചേർന്ന് നിന്ന് അവൾ മുന്നോട്ട് നടന്നു. താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ട്. അവിടേക്ക് മുഖം നോക്കിക്കൊണ്ട് നന്ദു പതിയെ അജുവിൽ നിന്നും അകന്നു നിന്നു. അതിന്റെ കാരണം അറിയാത്തത് കൊണ്ടാവും അവൻ അവളിൽ നിന്നും അകന്ന് മാറി നിൽക്കാതെ അവളുടെ ഷോൾഡറിൽ പിടിച്ചു നിൽക്കുവാണ്. എല്ലാവരും ഒരു ചിരിയോടെ അവരെ നോക്കി നിൽക്കുവാണ്. എന്നാൽ ചിലരുടെ ചിരിക്ക് പിന്നിലുള്ള മുഖം അവൾക്ക് നന്നായി മനസ്സിലായി. അതൊന്നും അവളെ ബാധിക്കുന്നില്ലെന്ന പോലെ അജുവിൽ നിന്നും അകന്ന് മാറി അവന്റെ കയ്യിൽ പിടിച്ച് ചേരിലിരുത്തി ഒപ്പം അവളും ഇരുന്നു. കഴിക്ക്. അജുവിന്റെ മുന്നിലുള്ള പാത്രത്തിലേക്ക് പുട്ടും കടലയും വിളമ്പിയ ശേഷം നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി. അജു ഒന്നും മിണ്ടാതെ അതിലേക്ക് നോക്കി കഴിച്ചു തുടങ്ങി. പതിയെ, വളരെ പതിയെ. അതിലേക്കും അവന്റെ മുഖത്തേക്കും അവളൊന്നും നോക്കി. ഇതിപ്പോ കൊല്ലം കുറെ പിടിക്കുമല്ലോ, അടുത്തൊന്നും കഴിയില്ല. അവന്റെ തീറ്റ നോക്കി പതിയെ അവളൊന്ന് പറഞ്ഞു. ശേഷം അവളുടെ പാത്രത്തിലേക്ക് വിളമ്പി അതിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ചുറ്റും ഇരിക്കുന്നവരെല്ലാം ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നന്ദൊന്നും മിണ്ടാതിരുന്നു. ജിത്ത് അജുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. മുക്കിയും മൂളിയും അവൻ എന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നുള്ളിയും പെറുക്കിയാ ഇരിക്കുന്നത്. അതിൽ കൂടെ വർത്താനം കൂടി പറഞ്ഞിരുന്ന നന്നായി. ഈ ഏട്ടനൊന്നും മിണ്ടാതിരുന്നൂടെ? നന്ദിരുന്ന് പിറുപിറുത്തു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ഓരോരുത്തരും കഴിച്ചു നീറ്റു. ടേബിളിൽ അജുവും നന്ദുവും മാത്രമായി. നന്ദുവും കഴിച്ചെണീറ്റു. അവൾ എണീറ്റതും അജു അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ നോക്കാതെ അവളുടെ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അത് കടത്തും അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ അവനക്ക് വല്ലാത്ത സങ്കടം വന്നു. അജു, മതിയെങ്കിൽ എണീറ്റ് പോ. ഇതൊക്കെ എടുത്ത് വെക്കേണ്ടേ? പോ. രാവണിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അജു കരഞ്ഞുകൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുത്തച്ഛനും മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശബ്ദം താഴ്ത്തി പറയുന്നത്. പക്ഷേ ആ ശബ്ദത്തിൽ ദേഷ്യം അവന് മനസ്സിലാവും. അജുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പേടികൊണ്ട്. ആ കണ്ണിന് അതാണ് അവർക്ക് ഇഷ്ടം. അവനിങ്ങനെ ഇരുന്ന് കരയണം. എന്ത് പറഞ്ഞാലും ചെയ്താലും ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് സഹിച്ച് ഇങ്ങനെ ഇരിക്കണം. അത് കാണണം, കണ്ണ് നിറയെ കാണണം. അതെന്താ മുത്തശ്ശി എല്ലാം എടുത്തു വെക്കുന്നത്? അജയുടെ കഴിച്ചു കഴിഞ്ഞില്ലല്ലോ. കഴിക്കട്ടെ, എന്നിട്ട് എടുത്തു വെച്ചാൽ പോരെ. പിന്നിൽ നിന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവർക്ക് അടുത്തേക്ക് വന്നു. രാവണൻ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. അവൾ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ട്. വേഗം വേഗം കഴിച്ചാലല്ലേ ഇതൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാ. ചെറുക്കൻ വെറുതെ കഴിക്കാതിരിക്കുവാണ്. അജു, കഴിക്കിട്ടോ. അതിനത് കുടിച്ചിട്ടില്ല, അത് കുടിക്കട്ടെ. അജുവിന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവർ വേഗത്തിൽ മുറിയിലേക്ക് പോയി. അല്ലെങ്കിൽ അവൾ പലതും പറയുന്നറിയാം. നന്ദു അവർ പോകുന്നത് നോക്കി അവന്റെ അടുത്തേക്ക് ഇരുന്നു. മറ്റുള്ളവർ അവരെ ഒന്ന് നോക്കി അവരുടെ പണികളിലേക്കും. വേണ്ടേ? മുന്നിലുള്ള പ്ലേറ്റിൽ കൈയിട്ട് കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്നവനെ താഴ്ത്തുമ്പ് ഉയർത്തി അവൾ പതിയെ ചോദിച്ചു സ്നേഹത്തോടെ. അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടതും അവളൊരു ചിരിയോടെ അത് തുടച്ചു കൊടുത്തു. എന്താ? എന്തിനാ കരയണത്? ആ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അവളോട് പോവാൻ പറ. അവൾക്ക് ഭ്രാന്താ. നിക്ക്, എനിക്കല്ല ഭ്രാന്ത്. നന്ദുവിന്റെ വാക്കിനൊപ്പം തന്നെ അവൻ മറുപടി പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. മുത്തശ്ശിയും വല്യമ്മയും ചെറിയമ്മയും അവരൊക്കെ പറയുമല്ലോ എനിക്ക് ഭ്രാന്താന്ന്.
നന്ദുവിന്റെ മുഖത്ത് നോക്കി അവൻ ചുണ്ടു ചുളുക്കി പറയുമ്പോൾ നന്ദുവിന്റെ തൊണ്ടയിൽ ഒരു വേദന തോന്നി. സങ്കടം പുറത്തേക്ക് വരാതെ കടിച്ചു പിടിച്ച് നിർത്തുമ്പോൾ നമുക്ക് തോന്നില്ലേ ഒരു ചങ്ക് പറയുന്ന വേദന? അതുപോലെ അതൊക്കെ അവർക്ക് ഭ്രാന്തായതുകൊണ്ട് പറയുന്നതാട്ടോ. അതൊക്കെ പോട്ടെ, ഇത് വേണ്ടേ, കഴിക്കണ്ടേ? അവന്റെ മുന്നിലെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒരു ചെറിയ കഷ്ണം പുട്ടാണ് അവൾ അതിലേക്ക് ഇട്ടത്. അത് അതുപോലെ തന്നെ ഉണ്ട്. കടലയൊന്നും കാണാനില്ല. അപ്പൊ ഇത്രയും നേരം കഴിച്ചത് കടലയാണ്. ഞാൻ നന്നാ കഴിക്കുവോ? ഇന്നലെ രാത്രി തന്നില്ലേ എൻ്റെ കൈ കൊണ്ട്, അതുപോലെ തരട്ടെ, അപ്പൊ കഴിക്കുവോ? നന്ദു ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ ഇത്ര നേരം ആഗ്രഹിച്ചതെന്നോ കേട്ട പോലെ അവന്റെ കണ്ണ് വിടർന്നു. ആ കണ്ണിൽ നിന്ന് തന്നെ അവൾക്കുള്ള ഉത്തരം കിട്ടിയത് കൊണ്ട് അവന്റെ മുന്നിലുള്ള പ്ലേറ്റ് അവൾക്ക് അടുത്തേക്ക് നീക്കി വെച്ച് കുറച്ചുകൂടെ കറി ഒഴിച്ച് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അജി കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച ശേഷം ഇരുന്നത് വാങ്ങി കഴിച്ചു. ജിത്തുവും ജാനുവും അവരുടെ റൂമിന്റെ വാതിൽക്കൽ നിന്നും അത് നോക്കി. ജിത്ത് ജാനുവിനെ ചേർത്ത് പിടിച്ചു. എല്ലാം നല്ലതിനാണ് അല്ലേ ജാനുട്ടി? അതെ, എല്ലാം നല്ലതിനാ. നമ്മുടെ കുഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അജുവിൻ്റെ അസുഖമൊക്കെ മാറി അവൻ പഴയ അജുവാകും. എനിക്ക് അവളിൽ നല്ല പ്രതീക്ഷയുണ്ട് ജിത്തേട്ടാ. അവൾ സൂപ്പറാ, മുത്താണ്, മുത്ത്. ഒരു ചിരിയോടെ എന്തോ പറഞ്ഞുകൊണ്ട് അജുവിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന നന്ദുവിനെ നോക്കി അവർ പറഞ്ഞു. ജിത്ത് ഒരു ചിരിയോടെ ജാനുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ പറഞ്ഞ കാര്യം ശരിയാണ്, മുത്താണവൾ. അജു വന്ന ചെപ്പിൽ മുത്ത്. കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റു. നന്ദു പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അജി കൈ കഴുകാനും. അജി കഴിച്ചോ മോളെ? കാലിയായ പാത്രം കൊണ്ടുവരുന്ന നന്ദുവിനെ നോക്കി സേതുമ്മ ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലകുലുക്കി. സേതുമ്മ അവളെ നോക്കി നിന്നു. ഇവളൊരു പ്രസ്ഥാനാണെന്ന് പോലെ. നന്ദ ആ പ്ലേറ്റ് കേക്കി വെച്ച് പുറത്തേക്ക് പോകുമ്പോൾ സേതുമ്മ അവളെ നോക്കി നിൽക്കുവാണ്. അവളുടെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടിട്ട് അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ആളിലേക്ക് എത്തിയപ്പോൾ കണ്ടു മുത്തശ്ശനും ജിത്തുവിൻ്റെയും ഒപ്പം അവർക്ക് നടുവിലിരിക്കുന്ന അജുവിനെ. അവളൊരു ചിരിയോടെ അവർക്ക് അടുത്തേക്ക് നടന്നു. ഭാര്യയെ കിട്ടിയപ്പോൾ അജി നല്ല കുട്ടിയായെന്ന് പറയുമായിരുന്നു ഞങ്ങള്, അല്ലേ ജിത്തു? നന്ദവനെ കണ്ടത് മുത്തശ്ശൻ വലിയ സന്തോഷത്തിൽ പറഞ്ഞു. അവളൊരു ചിരിയോടെ അവർക്ക് ഓപ്പോസിറ്റുള്ള സെറ്റിയിലിരുന്നു. അജി അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. നന്ദുവിന് ജോലിയുണ്ടെന്ന് ജാനു പറഞ്ഞു. എന്ന് മുതൽ പോകണമെന്ന് തീരുമാനിച്ചോ? ജിത്ത് അവളോട് സംസാരത്തിന് തുടക്കമിട്ടു. മുത്തശ്ശൻ അവരുടെ സംസാരം കേട്ട് അവരെ നോക്കി. അജുവാണെങ്കിൽ അവന്റെ നന്ദയെ നോക്കിയിരിക്കുകയാണ്. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഇന്നലെ മുതൽ കേൾക്കുന്ന ഭാര്യ എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ശരിക്കും ആരാ? എപ്പോഴും ഒപ്പമുണ്ടാകുന്ന ആളാണ്. ഒരിക്കലും ഒറ്റക്കാക്കി പോകില്ലേ? എപ്പോഴും കൂടെ ഉണ്ടാകൂ. അതൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്നലെ ചേച്ചിയുടെ വിവാഹമായതുകൊണ്ട് ലീവാക്കിയതാ. പക്ഷെ ഇന്ന് ലീവൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോണും കാര്യങ്ങളും ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ലീവ് പറയാനൊന്നും പറ്റിയില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടുമില്ല. അവളൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി. നന്ദുവിൻ്റെ ചുണ്ടുകൾ വിടുന്നതും അജുവിൻ്റെ ചുണ്ടുകളും വിടുന്നു. എന്തായാലും സേതുമ്മയുടെ കൂടെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അവ ബാങ്കിലൊന്ന് കയറണം. കാര്യം പറഞ്ഞ് 3-4 ദിവസത്തെ ലീവ് മേടിക്കണം. അവിടുത്തെ ജോലി മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മുടെ ഏതെങ്കിലും ബാങ്കിലോ കമ്പനിയിലോ കയറാം. ഇപ്പോഴെന്തായാലും വേണ്ട. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ പറയാം. ആയിക്കോട്ടെ, എന്നാൽ നിങ്ങളിരിക്കും, ഞാൻ ഓഫീസിൽ പോകെ റെഡിയാവട്ടെ. നന്ദവനോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റു. അജുവിൻ്റെ ഷോൾഡറിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു. എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് മുത്തച്ഛ, അമ്മയൊന്ന് കാണണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അതിനെന്താ, ഡ്രൈവറോട് ഞാൻ പറയാം. മോൾക്ക് എപ്പോഴാ പോവേണ്ടത്? അപ്പൊ പോക്കോട്ടോ. അദ്ദേഹം സ്നേഹത്തോടെ പറയുമ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി. അയാൾ കാശ് തന്നോ മുത്തശ്ശ? മുഴുവൻ തന്നില്ല, കുറച്ചേ തന്നിട്ടുള്ളൂ. ബാക്കി ഒരാഴ്ചക്കുള്ളിൽ എന്നല്ല പറഞ്ഞത്. തന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാടോ. അദ്ദേഹം പറയുമ്പോൾ നന്ദൊരു ചിരിയോടെ തലയാട്ടി. അവൾക്ക് ആ വാക്ക് മതിയായിരുന്നു. എന്നാ ഞാൻ കുറച്ചു നേരം നടക്കട്ടെ. കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നടക്കണം. ഇവനെയും ജിത്തുവിനെയും കണ്ടപ്പോൾ ഇരുന്നതാ. ഇനി മതി, എണീക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എണീറ്റ് പുറത്തേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ പോകണമെന്നുണ്ടായിരുന്നു. എല്ലായിടൊന്ന് ചുറ്റിക്കാണാം. പക്ഷെ ജാനുവിനോട് പറഞ്ഞതല്ലേ, ഇനിയൊരു ഒഴിവ് പോലെ പിന്നൊരിക്കലാവാന്ന് കരുതി വിട്ടു. എന്നാലേ നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് പോയാലോ? അവളെ നോക്കിയിരിക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് നിറച്ചിരിയോടെ ചോദിക്കുമ്പോൾ അവൻ ആ ചിരിയിലേക്ക് നോക്കി തലകുലുക്കി. എങ്ങോട്ടായെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. സ്വർഗം, അതെന്താ? അജുവിൻ്റെ കയ്യിൽ പിടിച്ച് അവനോട് ചേർന്ന് നടന്നതും അവനവളുടെ ഷോൾഡറിൽ പിടിച്ചു. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താലേ പാവം. ചേർന്ന് നിൽക്കുന്നത് അവളുടെ ഷോൾഡറിൽ പിടിക്കാനാവുമെന്ന് കരുതിയാണ് അവൻ അവൾക്ക് ചേർന്ന് നിന്നത്. അപ്പം തന്നെ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവനോടൊപ്പം നടത്തിയിരുന്നു. നന്ദവിൻ്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു. ആ ചിരിയോടെ തന്നെ അവൻ്റെ പുറത്തൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്ന് അവൾ മുകളിലേക്ക് നടന്നു.
അവരുടെ മുറിയുടെ വാതിൽക്കലെത്തിയപ്പോഴാണ് അതാണ് അവൾ പറഞ്ഞ അവരുടെ സ്വർഗമെന്ന് അവൻ മനസ്സിലായി. അവന്റെ മുഖം വാങ്ങി അവൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത്, പേടിപ്പിക്കുന്നത്, കരയുന്നത്, വിഷമിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് എല്ലാം ആ റൂമിലാണല്ലോ. അതാണ് അവന്റെ മനസ്സിലേക്ക് പോകുന്നത്. അവൻ നന്ദുവിനെ നോക്കി. അവൾ അവന്റെ വാടിയ മുഖത്തേക്ക് നോക്കി. അവൻ അവളിൽ നിന്നും അകന്നു മാറി അകത്തേക്ക് നടന്നു. പിന്നാലെ തന്നെ നന്ദുവും കയറി. പെട്ടെന്ന് അവനക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട്, എനിക്ക് ഇഷ്ടല്ല. ആരെ? റൂമിൽ കയറി വാതിലടച്ച് അവനക്ക് നേരെ തിരിഞ്ഞെന്നും അവളെ നോക്കാന്ന് അജു പറഞ്ഞപ്പോ അവൾ ചോദിച്ചത് അതാണ്. ആരിഷ്ടല്ല? എന്നിഷ്ടല്ലേ? അതെന്താ അങ്ങനെ? ഇഷ്ടപ്പെടണല്ലോ, അങ്ങനെയല്ലേ വരേണ്ടത്? എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് അറിയാതെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതാവും. പാവം. അവനെ നോക്കി നിന്ന് അവൾ ഓരോന്ന് ചിന്തിച്ചു. എനിക്ക് ഈ റൂം ഇഷ്ടമല്ല. ഓ അങ്ങനെ, അതെന്താ? ഇഷ്ടമല്ല അത്ര തന്നെ. ഓ കാലിപ്പ്. അതുമാതിരി PhD എടുത്ത നാന്ദിതയോട് കുട്ടി മനസ്സിൽ ചിന്തിച്ചതാ, പറയാൻ പോയില്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്നവൻ ദേഷ്യത്തിൽ അവൾക്ക് 100 പടി മുകളിലാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. പാവം. ഓക്കെ, സമ്മതിച്ചു. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട. പക്ഷേ എനിക്കിഷ്ടമാണ്. എന്താണെന്നറിയോ? അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കണ്ടവൾ ചോദിച്ചു. അജു ഇല്ലെന്ന് തലയാട്ടി. ഇവിടെ നമ്മൾ മാത്രല്ലേ, നമ്മൾ 2 പേരും മാത്രം. നമുക്ക് സംസാരിക്കാം, നമുക്ക് കളിക്കാം, നമുക്ക് വികൃതി കൂടാം. അതൊക്കെ പറ്റില്ലേ? താഴെ അതൊന്നും പറ്റില്ലല്ലോ. എല്ലാവരും ഇല്ലേ, വഴക്ക് പറയില്ലേ? ഇവിടെ ആരും വഴക്ക് പറയില്ല, നമ്മൾ മാത്രം. നന്ദു ആദ്രമായി സ്നേഹത്തോടെ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു.